നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഓഡീഷൻ ലിസ്റ്റുകളിലേക്ക് തന്നെ നമുക്ക് പോകാം. അപ്പം കൂടുതൽ കഥയൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. കഴിഞ്ഞൊരു പാർട്ട് 1 ഞാൻ ഇട്ടിരുന്നു, ഓഡീഷൻ ലിസ്റ്റ് കഴിഞ്ഞു എന്നും പറഞ്ഞൊരു 10-11 പേരുടെ. അപ്പോൾ അടുത്തൊരു ലിസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരിട്ട് ലിസ്റ്റിലേക്ക് തന്നെ പോകാം. ആദ്യം തന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ മെൻ ആക്ടിവിസ്റ്റ്, ആന്റി LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അജു ജേക്കബ്. ഞാനും അധികം കേട്ടിട്ടില്ല. സോഷ്യൽ മീഡിയ ഒരു കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം സീസൺ 6ൽ അഭിഷേക് ശ്രീകുമാർ ഒക്കെ വന്നതുപോലെ കമ്മ്യൂണിറ്റിക്കെതിരെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു എന്താ പറയുന്ന മെൻ ആക്ടിവിസ്റ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് എത്തുമോ എന്നത്. നിലവിൽ ഓഡീഷൻ കഴിഞ്ഞുവെന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഓഡീഷൻ ലിസ്റ്റുകളിൽ ഒന്നും ഉൾപ്പെടുത്താത്ത ഒരാളാണ് ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അടുത്തത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടം നേടിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ ഫസ്റ്റ് എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് ഫൗണ്ടർ കൂടിയായിട്ടുള്ള ആകാശ് അഖിലേഷ് മുൻപിട്ടിരുന്ന പ്രഡിഷൻ ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഓഡീഷൻ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ എത്തുകയില്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തത് പറയാൻ പോകുന്നത് ആക്ട്രസും മോഡലും ഒക്കെ ആയിട്ടുള്ള ഇഷാനി. ഏഷ്യാനെറ്റ്, സൂര്യ, മഴവിൽ മനോരമ എന്നതിലൊക്കെ അത്യാവശ്യം സീരിയലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നിലവിൽ കേൾക്കുന്നുണ്ട് ഓഡീഷൻ കഴിഞ്ഞുവെന്ന്. നമ്മുടെ പ്രഡിഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പുതിയതായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. അടുത്തത് ഈ ഒരു കഴിഞ്ഞ ഇടയിലായിട്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കോൺട്രാവേഴ്സികളും അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ നടത്തി എന്ന പേരിൽ പല സംസാര വിഷയങ്ങളിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ രേണു സുധിയാണ്. അതായത് കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന സുധിയുടെ വൈഫ് രേണു സുധിയാണ് നമ്മൾ പ്രഡിഷൻ ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. കാരണം ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഹൈപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. അപ്പം ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഓഡീഷൻ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ എത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഫൈനൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്താണെങ്കിലും ഓഡീഷൻ കഴിഞ്ഞുവെന്ന് കേൾക്കുന്നുണ്ട്. അടുത്തൊരു ഓൺലൈൻ മീഡിയാസിന്റെ ഒക്കെ ഇന്റർവ്യൂ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ മികച്ച രീതിയിൽ തൻ്റെതായിട്ടുള്ള നിലപാടുകളും അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ തൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറഞ്ഞ് സോഷ്യൽ മീഡിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് റോഹൻ ലോണ. അപ്പൊ കഴിഞ്ഞ ഒരു സീസണിലും ഇങ്ങനെ കേട്ടിരുന്നു. എന്നാൽ ഈ ഒരു സീസണിലേക്കാണ് ആളുടെ സാധ്യതകൾ കൂടുതലും കേട്ടുവരുന്നിരുന്നത്. നമ്മുടെ പ്രഡിഷൻ ലിസ്റ്റിലും ഈ ഒരു ആളുടെ പേര് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാണെങ്കിലും ഇന്റർവ്യൂ കഴിഞ്ഞുവെന്ന് കേൾക്കുന്നു. നമുക്ക് നോക്കാം. അടുത്തത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ജാസിൽ ജാസിയാണ്. ഞാൻ പ്രഡിഷൻ ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരുന്നു. ആദ്യം മുതലുള്ള പ്രഡിഷൻ ലിസ്റ്റുകളിലും ഉണ്ടായിരുന്നു. ഇപ്പം ഓഡീഷൻ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എന്താണെങ്കിലും നോക്കാം. അടുത്തത് മോഡലും ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ള ആരതി നായർ എന്തോ ആണ് ഫുൾ നെയിം. സീരിയൽസുകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് കേൾക്കുന്നത്. ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഞാനും ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. പ്രഡിഷൻ ലിസ്റ്റുകളിലൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴാണ് കേൾക്കുന്നത് ഇങ്ങനെയൊരു വ്യക്തിയുടെ ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞുവെന്നും സാധ്യതകൾ കാണുന്നുണ്ടും സീസൺ 7ലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അടുത്തത് ഫാഷൻ കൊറിയോഗ്രാഫറും സ്റ്റൈലിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള നെവിൻ. സോഷ്യൽ മീഡിയ അത്യാവശ്യം കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. മെയിനായിട്ട് ഫാഷൻ കൊറിയോഗ്രാഫർ, സ്റ്റൈലിസ്റ്റ് ഒക്കെ ആയിട്ടാണ് അറിയപ്പെടുന്നത്. കൂടുതലായിട്ട് ഈ ഒരു വ്യക്തിയെ പറ്റി എനിക്കും വലിയ ധാരണകളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ഓഡീഷൻ കഴിഞ്ഞു എന്ന് പറയുന്ന ലിസ്റ്റിലാണ് ഈ ഒരു പേരും കേൾക്കുന്നത്. ഞാൻ പ്രഡിഷൻ ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരുന്നില്ല ഇങ്ങനെയൊരു ആളുടെ പേര്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്തത് ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ ഇടം നേടിയിട്ടുള്ള കളരി ട്രെയിനർ കൂടിയായിട്ടുള്ളെങ്കിൽ ഫിറ്റ്നസ് മേഖലയിൽ നിന്നും ആതിര. അപ്പം ഈ ഒരു ആളുടെ പേരും ആദ്യമായിട്ടാണ് പ്രഡിഷൻ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴാണ് കേൾക്കുന്നത്. ഓഡീഷൻ കഴിഞ്ഞു എന്നൊക്കെ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അപ്പൊ ആതിര. അടുത്തത് യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള ശരത് ജോയി, അല്ലെങ്കിൽ ശരത് ടോക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കണ്ടുവരുന്ന ശരത് ജോയിയുടെ പേരാണ് കേൾക്കുന്നത്. നിലവിൽ ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പം വരും ദിവസങ്ങളിലൊക്കെ അറിയാം. ഫൈനൽ സ്റ്റേജ് ഇന്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കടന്നുകൂടുമോ, സീസൺ 7ലേക്ക് വരാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്നാണെങ്കിലും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു 10 പേരുടെ പേരാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പം കുറച്ച് ആൾക്കാരുടെ പേരുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ കിട്ടുന്നതിനനുസരിച്ച് ഓഡീഷൻ കഴിയുന്നവരുടെ ആൾക്കാരുടെയൊക്കെ പേരുകൾ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറകെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഒന്നിച്ചൊരു അധികം ആൾക്കാരുടെ ഉൾപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയാണ് 10-11 പേരുടെ വീഡിയോ ഒക്കെ കുറച്ച് ഷോർട്ടാക്കി വരുന്നത്. വീഡിയോയുടെ ലെങ്ത് അധികം കൂട്ടണ്ടല്ലോ എന്ന് കരുതി. അപ്പം കുറച്ച് പേരും കൂടെ ഉണ്ട്. ജസ്റ്റ് ഒരു കൺഫർമേഷൻ കൂടെ കിട്ടിയതിന് ശേഷം, എന്നാണെങ്കിലും ഓഡീഷൻ കഴിഞ്ഞവർ ഒത്തിരി പേരുണ്ട്. അതിൽ നമുക്ക് കുറച്ച് പേരുടെ
അവരുടെ പേരുകളൊക്കെ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റായിരിക്കാം. ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിൽ ഫൈനൽ ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരു ലാസ്റ്റ് മാസത്തേക്കൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കൺഫേം ആയിട്ടല്ലെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമുക്കൊരു 90% ഉറപ്പായിട്ട് ആരൊക്കെ സീസൺ 7ലേക്ക് വരുമെന്ന് പറയാനുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. എന്നാണെങ്കിലും വെയിറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.